ഒരു വശത്ത് ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് വോട്ട് കൂടുതൽ ചേർത്തു എന്നുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കുമൊക്കെ ജില്ലാ ഭരണകൂടം അടക്കം കടക്കുന്ന സാഹചര്യത്തിലാണ് BJP വലിയൊരു പരാതിയുമായി ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ 33ാമത്തെ ബൂത്തിൽ ഏതാണ്ട് 17ഓളം വോട്ടുകൾ കടുംവെട്ട് വെട്ടി എന്നുള്ളതാണ് BJPയുടെ പരാതി. അത്തരത്തിലൊരു പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 8-ാം തീയതി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. വോട്ടർമാർ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റ് എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് കൊടുത്തിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഏജന്റ് എന്ന രീതിക്ക് ഞാനും കൊടുത്തിട്ടുണ്ട്. 3 പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിരാശാജനകമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. പരസ്പര വിരുദ്ധമായിട്ടാണ് BLO പറയുന്നത്, റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത്, താലൂക്ക് ഓഫീസിനും. ഇപ്പം 16 പേരും ഡിലീറ്റഡ് എന്നാണ് കാണിച്ചത്. എന്തെങ്കിലും കാരണങ്ങൾ അതിനുവേണ്ടി അവർ പ്രത്യേകിച്ച് ഒരു കാരണവും പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിശദീകരണം മാർച്ച് മാസത്തിൽ ഫോം 7 സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇൻറ്റിമേഷൻ ഒന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല. ഇവരാരും തന്നെ ഫോം 7 സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഒരു കാരണവുമില്ലാതുള്ള വെട്ടിനിർത്തലാണ് ഉണ്ടായിട്ടുള്ളത്. മാനദണ്ഡങ്ങളൊന്നുമില്ല. പല മേഖല ഒരു ബൂത്തിൽ തന്നെ 4 മേഖലകളിൽ നിന്നാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാരണങ്ങളൊന്നും കൺവിൻസിങ് അല്ല. ഇപ്പം മറ്റൊരു വോട്ടർ കൂടി നമുക്കപ്പം ചേരുന്നുണ്ട്. രഘുറാം അല്ലേ, 30ാമത്തെ വോട്ടറാണ്, പട്ടികയിൽ 30ാമത്തെ നമ്പറാണ്. രഘുറാമിൻ്റെ ഇത്തവണത്തെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. 2 ദിവസം മുന്നെയാണ് വന്ന് പറഞ്ഞത് വോട്ട് ഡിലീറ്റ് ആയെന്ന്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പറയണത് ഞാൻ അബ്രോഡിലാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ MP ഇലക്ഷനില്ലേ, MP ഇലക്ഷനും കൗൺസിലർ ഇലക്ഷനും എല്ലാ ഇലക്ഷനും ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴാണ് അറിയണത് ഞാൻ അബ്രോഡിലാണെന്ന്. എന്താ നിങ്ങൾക്കൊരു ആവശ്യം എന്താ മുന്നോട്ട് വയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഒരു ഇത് നമ്മൾ ചെയ്യണം. എന്തായാലും ചെയ്തിരിക്കണം. കാരണമില്ലാതെ വെട്ടിയെന്നു ഞാൻ അബ്രോഡാണ് പറഞ്ഞിട്ടാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണം, ഉടനടി കണ്ടെത്തണം. മറ്റ് രക്ഷിതാക്കൾ കൂടി ചിലർ ചേരുന്നുണ്ട്. കാരണം അവരുടെ മക്കളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളുടെ ആരുടെയാണ് വോട്ട്? മോൻ്റെ വോട്ടാണ് കാണാതെ പോയിരിക്കുന്നത്. എൻ്റെ പേര് രഘുനാഥ്, മോൻ്റെ പേര് ഗൗതം. തിരുവനന്തപുരത്ത് IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 18 വയസ്സ് മുതൽ അവൻ എല്ലാ ഇലക്ഷനിലും വോട്ട് ചെയ്തതാണ്. ലാസ്റ്റ് അസംബ്ലി ഇലക്ഷനും വോട്ട് ചെയ്തിട്ടുണ്ട്, പാർലമെൻറ്റ് ഇലക്ഷനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് നോക്കുമ്പോൾ പേര് കാണാനില്ല. ഞാൻ പേഴ്സണലായിട്ട് BLOനെ വിളിച്ച് ചോദിച്ച സമയത്ത് ബൂത്ത് നമ്പർ 33 വോട്ട് നമ്പർ കൂടിയ കാരണം ആ നമ്പേഴ്സ് കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂത്ത് നമ്പർ 32ലേക്ക് മാറ്റിയെന്നാണ് പറഞ്ഞിരുന്നത്. ബൂത്ത് നമ്പർ 38ലും വോട്ട് കാണാനില്ല. അതിനെതിരെ വിവരാവകാശപ്രകാരം നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ മെയിലായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. 50ാം നമ്പറുകാരനാണ് ഗൗതം എന്ന് പറയുന്നത്. ഗൗതമിൻ്റെയും വോട്ട് വെട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെങ്കിലും? ഞാൻ BJPയുടെ ബൂത്ത് ഏജൻ്റാണ്. കാരണം ഞങ്ങൾ BLOനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു എന്താ പറയുക, നിരുത്തരവാദിത്വമുള്ള രീതിയിലാണ് അവർ മറുപടി ഇങ്ങോട്ട് പറയുന്നത്. കാരണം എനിക്ക് പറ്റിപ്പോയതാണ്. കാരണം ഞാൻ വിട്ടത് ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടി, ബൂത്തിൽ കൂടുതൽ വോട്ടാണ് മാറ്റാൻ വേണ്ടി ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ വെട്ടാനല്ല കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് അപേക്ഷിക്കുന്ന രീതിയിലാണ് വർത്തമാനം പറയുന്നത്. പക്ഷേ നമ്മളത് ശരിയാവില്ല. കാരണം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ഇത്രത്തോളം, ഒരു ബൂത്തിൽ 20ഓളം വോട്ട് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ശക്തമായി ഞങ്ങളതിനെ നേരിടും, നിയമപരമായും നേരിടും, BLOനെതിരെയും നിയമപാലകന്മാരുടെ എതിരും. കാരണം ഒരു വോട്ടവകാശമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായി തന്നെ നേരിടും. ചേട്ടൻ്റെ നവീൻ മകൻ്റെ പേര് നവീൻ. മകൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യണം, കമ്പനിയിൽ വർക്ക് ചെയ്യണം. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതാണ്, 2-3 പ്രാവശ്യം വോട്ട് ചെയ്തതാണ്. ഇപ്രാവശ്യം ഡിലീറ്റ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് കാരണമൊന്നും നിങ്ങൾ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവർ. ഇനിയിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ അപ്പോൾ BJP? ഇത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം ഇത് സ്ഥലത്തെ റേഷൻ കടയാണ്. ഈ റേഷൻ കടയിൽ നടത്തുന്ന ആളുടെയും ഭാര്യയുടെയും എല്ലാ ദിവസവും കൃത്യസമയത്ത് വന്ന് കട തുറക്കുകയും അടയ്ക്കുകയും പോയി ഇവിടെ തന്നെ സജീവമായിട്ടുള്ള ആളുകളാണ്. ഇവർക്കൊന്നും ഒരു കാരണവുമില്ലാതെ. BLOക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടെന്ന്? തീർച്ചയായും അവർക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമാണ്. ആർട്ടിക്കിൾ 326 പ്രകാരം 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം വേണ്ടതാണ്. അത് നിഷേധിക്കുന്നത് ഗുരുതരമായിട്ടുള്ളൊരു നിയമലംഘനമാണ്. ഇതിനെതിരെ ഞങ്ങൾ ഏതറ്റം വരെ പോരാടാൻ തയ്യാറാണ്. ഇത്തരത്തിലാണ് 16 ആളുകളുടെ വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം പരാതിയായി നൽകിയത്. പിന്നീട് വിശദമായി പരിശോധിക്കുമ്പോഴാണ് വീണ്ടും അത്തരത്തിൽ ആളുകളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ബോധ്യം വരുന്നത് എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയവുമാണ്. എന്തായാലും മറ്റ് ബൂത്തുകളിലും സമാനമായ രീതിയിൽ വോട്ടുകൾ ഇങ്ങനെ BLOമാരൊക്കെ ഇടപെട്ട് വെട്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.